ഒരു പ്രകൃതി ദുരന്തത്തിൽ ചിതറിപ്പോകുന്ന ഒരു കുടുംബത്തിന്റെ ആത്മബന്ധങ്ങളുടെ കഥയായിരുന്നു വക്ത്. മലയാളക്കരയെ തന്റെ പൗരുഷം കൊണ്ടും കാന്തിക ശക്തിയുള്ള ശബ്ദം കൊണ്ടും ഭ്രാന്തമായി പ്രണയിപ്പിച്ച ജയനെന്ന അതുല്യ പ്രതിഭയായിരുന്നു ആ ചിത്രത്തിന്റെ ജീവൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവശേഷിപ്പായ കാർ റേസുകൾ നടക്കുന്ന ഷോളവാരത്തെ ആ മൈതാനത്ത് വിധി അതിന്റെ വലക്കണ്ണികൾ മുറുക്കുകയായിരുന്നു. മഴ തോരുന്നതും കാത്ത് ഷൂട്ടിങ്ങിലുള്ളവർ കാത്തുനിന്നു. ഭൂമിയെ നടുക്കിക്കൊണ്ട് അത് തറയിലേക്ക് മൂക്കുകുത്തി. നമസ്കാരം. രണ്ട് ഇതിഹാസങ്ങൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിന്റെ നെറുകയിൽ തങ്ങളുടേതായ സാമ്രാജ്യം തീർത്ത രണ്ട് വിസ്മയ ചിത്രങ്ങൾ. ഒന്ന് ബോളിവുഡിന്റെ സുവർണ സിംഹാസനത്തിൽ പുതിയൊരു യുഗപ്പിറവി കുറിച്ച ബ്രഹ്മാണ്ഡ ദൃശ്യകാവ്യം. മറ്റൊന്ന് അതേ കഥ മലയാളത്തിന്റെ മണ്ണിലേക്ക് പറിച്ചു നട്ടപ്പോൾ കേവലമൊരു വിജയത്തിനപ്പുറം മലയാളിയുടെ നെഞ്ചിലെ തീരാ നൊമ്പരമായി പ്രാണന്റെ കനലായി മാറിയ ചിത്രം കോളിളക്കം. വെള്ളിത്തിരയിൽ നമ്മൾ കണ്ട കയ്യടികൾക്കപ്പുറം ഈ സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ വിധി കാത്തുവച്ചത് കണ്ണീരിന്റെയും ചോരയുടെയും നാടകീയമായ ഒരു അധ്യായമായിരുന്നു. 1965 ബോളിവുഡിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു യാഷ് ചോപ്രയുടെ വക്ത് എന്ന സിനിമ. ഒരു പ്രകൃതി ദുരന്തത്തിൽ ചിതറിപ്പോകുന്ന ഒരു കുടുംബത്തിന്റെ ആത്മബന്ധങ്ങളുടെ കഥയായിരുന്നു വക്ത്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സമ്പൂർണ്ണ മൾട്ടി സ്റ്റാർ ചിത്രം. കൂറ്റൻ സെറ്റുകളും കാലത്തെ തോൽപ്പിച്ച ഗാനരംഗങ്ങളും കൊണ്ട് ആ ചിത്രം ബോക്സ് ഓഫീസിൽ തരംഗം തീർത്തു. വർഷങ്ങൾക്കിപ്പുറം ആ വിജയഗാഥ മലയാളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് എത്തിക്കുവാൻ PN സുന്ദരവും CV ഹരിഹരനും തീരുമാനിച്ചു. മലയാളക്കരയെ തന്റെ പൗരുഷം കൊണ്ടും കാന്തിക ശക്തിയുള്ള ശബ്ദം കൊണ്ടും ഭ്രാന്തമായി പ്രണയിപ്പിച്ച ജയനെന്ന അതുല്യ പ്രതിഭയായിരുന്നു ആ ചിത്രത്തിന്റെ ജീവൻ. മധുവും സോമനും സുകുമാരനും KR വിജയും ബാലകേ നായരും അടങ്ങുന്ന വൻ താരനിരയോടെ കോളിളക്കത്തിന് തുടക്കമായി. ജയന്റെ തനത് ശൈലിയും വൈകാരിക രംഗങ്ങളും ചിത്രത്തിന് വാനോളം പ്രതീക്ഷകൾ നൽകി. പക്ഷേ ചിത്രീകരണത്തിനിടയിൽ മലയാളിയുടെ നെഞ്ചകം പിളർന്ന ഒരു കോളിളക്കം സംഭവിക്കാനിരിക്കുകയായിരുന്നു. 1980 നവംബറിലെ കറുത്ത ദിവസം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ വിധി കരിനിഴൽ വീഴ്ത്തിയ ശപിക്കപ്പെട്ട നാൾ. അന്നുവരെ മലയാളക്കര കണ്ടിട്ടില്ലാത്ത ഒരു സാഹസിക ഹെലികോപ്റ്റർ സംഘടന രംഗമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ വിഭാവനം ചെയ്ത ആ രംഗത്തിനായി ഭീമമായ തുകയ്ക്ക് ബോംബെയിൽ നിന്നാണ് ലോറിയിൽ ഹെലികോപ്റ്റർ ലൊക്കേഷനിലെത്തിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവശേഷിപ്പായ കാർ റേസുകൾ നടക്കുന്ന ഷോളവാരത്തെ ആ മൈതാനത്ത് വിധി അതിന്റെ വലക്കണ്ണികൾ മുറുക്കുകയായിരുന്നു. അന്ന് നേരം പുലർന്നത് കനത്ത മഴയോടെയായിരുന്നു. പ്രഭാത ഭക്ഷണം പോലും കഴിക്കാതെ ജയൻ തന്റെ ഫിയറ്റ് കാറിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും പാർട്സായി ലോറിയിൽ എത്തിച്ച ഹെലികോപ്റ്റർ അതിന്റെ ടെക്നീഷ്യന്മാരെത്തി അസംബ്ലി ചെയ്ത് തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. 3 ദിവസത്തെ ഫൈറ്റ് സീനാണ് പ്ലാൻ ചെയ്തിരുന്നത്. കോരിച്ചൊരിയുന്ന മഴ മാറാതെ നിന്നു. മഴ തോരുന്നതും കാത്ത് ഷൂട്ടിങ്ങിലുള്ളവർ കാത്തുനിന്നു. ഹെലികോപ്റ്ററിന്റെ പൈലറ്റിന്റെ പേര് സമ്പത്ത് എന്നായിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അയാൾ ആ സീനിൽ അഭിനയിക്കുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഒരു കാരണവശാലും ഹെലികോപ്റ്ററിന്റെ ബാലൻസ് തെറ്റിക്കരുത്. ആദ്യ ഷോട്ടിൽ തൂങ്ങിയാൽ പിന്നെ അനങ്ങരുത്. ആദ്യ ഷോട്ടിലുള്ള രംഗങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ 10 മീറ്റർ ഉയരത്തിൽ നിർത്തിത്തരാമെന്നും അപ്പോൾ മാത്രമേ സംഘടന രംഗങ്ങൾ അഭിനയിക്കാവൂ എന്നും സമ്പത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു. സമ്പത്തിന്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് സാഹസികതയോട് തോൽക്കാൻ മനസ്സില്ലാത്ത ജയൻ ഒരാകാശ പക്ഷിയുടെ ചുവടുകളോടെ ഹെലികോപ്റ്ററിലേക്ക് വലിഞ്ഞു കയറി. ഒപ്പം സീറ്റ് ബെൽറ്റ് അഴിച്ച് പുറത്തേക്ക് കാലിട്ടിരുന്ന ബാലകേ നായരും പ്രതികരിച്ചതോടെ ആ യന്ത്രപക്ഷിക്ക് നിയന്ത്രണം നഷ്ടമായി. ഭൂമിയെ നടുക്കിക്കൊണ്ട് അത് തറയിലേക്ക് മൂക്കുകുത്തി. ആ ആഘാതത്തിൽ ആദ്യം മുട്ടുകൾ തറയിലിടിച്ച് പിന്നീട് തലയും തല്ലി ജയൻ പുറകോട്ട് വീണു. ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിക്കുമെന്ന ഭയത്താൽ ആരും അടുത്തേക്ക് ചെന്നില്ല. എന്നാൽ ഉറങ്ങലിച്ചു നിന്ന ആളുകൾക്കിടയിലൂടെ ജയന്റെ സ്വന്തം ഡ്രൈവർ തന്റെ ഫിയറ്റ് കാറുമായി അങ്ങോട്ടേക്ക് പാഞ്ഞു. അപ്പോഴും ആ നെഞ്ചിൽ പ്രാണന്റെ നേർത്തൊരു തുടിപ്പുണ്ടായിരുന്നു. തകർത്തു പെയ്ത കനത്ത മഴയത്ത് ചോരയൊലിക്കുന്ന ശരീരവുമായി അവർ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഒടുവിൽ ജനറൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിലിന്റെ പിന്നിലേക്ക് ആ പൗരുഷത്തെ മാറ്റുമ്പോൾ വിധി അതിന്റെ തിരക്കഥ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. മലയാളത്തിന്റെ സിംഹഗർജനം വെള്ളിത്തിരയെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ആകാശത്തെ തിളങ്ങുന്ന നക്ഷത്രമായി മാറി. ആ നടുക്കുന്ന വാർത്ത AVM സ്റ്റുഡിയോയിലൂടെ ലോകമറിഞ്ഞു. ജയൻ നിറഞ്ഞാടിയ തിയേറ്ററുകളിൽ ആ ദുഃഖസത്യം സ്ലൈഡുകളായി തെളിഞ്ഞു. 1965 യാഷ് ചോപ്ര സംവിധാനം ചെയ്ത വക്ത് എന്ന സിനിമ അങ്ങനെ മലയാളത്തിലേക്കെത്തി ഒരു ദുരന്തമായി അവസാനിച്ചു. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാളികൾ ഒരിക്കലും വിസ്മരിക്കാത്ത ജയന്റെ സൂപ്പർ ഹിറ്റ് ആക്ഷൻ ചലച്ചിത്രം കോളിളക്കം.